ഹലോ. ഹലോ, മെബിൻ സാറല്ലേ? അതെ അതെ. സാറേ, ഞാൻ ബയോടെക്കിൽ നിന്നാണ്. മനസ്സിലായി. സാർ ആ പ്രൊഡക്റ്റ് ഇട്ടില്ല, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിരുന്നോ? ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ട് എങ്ങനെയുണ്ട് സാറിന്റെ റിസൾട്ട്? ഇപ്പൊ വേറെ സ്മെല്ലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ. മഴയൊക്കെ വരുമ്പോ നല്ല ഇതാണ്. അതെ, സ്മെല്ലൊക്കെ വരാറുണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ല. ഓക്കെ. സാറ് എന്ത് ഉദ്ദേശത്തിനാണ് സാറ് പ്രൊഡക്റ്റ് വാങ്ങിയത്? അതായത് മറ്റേ സെപ്റ്റിക് ടാങ്കിന്റെ അവിടെ നിന്ന് നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മളത് കോരി കളയണം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഞാനിത് കണ്ടിരുന്നത്. ഓക്കെ. സ്മെല്ലില്ല എന്ന് പറയുന്നത്, സാറ് സ്മെല്ലില്ല എന്ന് പറയുന്നതിന് കാരണം അവിടുത്തെ മാലിന്യങ്ങളെല്ലാം മുഴുവൻ പോയി എന്നല്ല പറയുന്നത്, പുതുതായിട്ട് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുന്നു. പഴക്കമുള്ള മാലിന്യങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ടാവും. അത് പോകാനായിട്ട് നമുക്കൊരു കോഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോഴ്സ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോർട്ട് പീരീഡ് കൊണ്ട് മുഴുവൻ മാലിന്യങ്ങളും പോയിട്ട് ടാങ്ക് ഫ്രഷ് ആകും. അത് നമ്മളന്ന് പറഞ്ഞിരുന്നു. കാരണം എത്ര കാലത്തെ പഴക്കമുണ്ട് സാറിന്റെ? നമുക്ക് ഏകദേശം 20 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ സാറ് ഇപ്പൊ 3 പാക്കറ്റാവും ഇട്ടുണ്ടാവുക. അതെ, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 4 മാസം കഴിയുമ്പോൾ ഒരു 3 പാക്കറ്റിന് പഠിച്ചു വിട്ടു കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് അതിന്റെ ഇടയ്ക്ക് പിന്നെ നമുക്ക് ഹാർപ്പിക് അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഈ ആദ്യത്തെ ഒരു 25 ദിവസത്തേക്ക് വേണ്ടോ? 20-25 ദിവസത്തേക്ക് ഹാർപ്പിക്ക്, സോപ്പ് പൊടി, ഡെറ്റോള്, പെനോയിൽ തുടങ്ങിയ ഒരു കെമിക്കൽസും യൂസ് ചെയ്യാൻ പാടില്ല. പ്ലെയിൻ ആയിട്ട് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലീൻ ചെയ്തോളൂ. അത് എന്തായാലും ഞാൻ അടുത്ത കോഴ്സ് ഉപയോഗിക്കാൻ പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുമെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ആ ടാങ്കിന്റെ മുകളിലുള്ള മാലിന്യങ്ങളെല്ലാം പോയിണ്ടാവും. അതിന്റെ താഴെയുള്ളത് ഇങ്ങനെ ആ താഴെയുള്ളത് ഇപ്പൊ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതിങ്ങനെ മുഴുവൻ പെട്ടെന്ന് ആവില്ല, ഒറ്റ ദിവസം കൊണ്ടാവില്ലല്ലോ. അത് പാറ പോലെ ഉറച്ച അവസ്ഥയിലാവും. ഏറ്റവും അടിയിലൊക്കെ എന്ന് പറയുമ്പോൾ പാറ പോലെ ഉറച്ച അവസ്ഥയിലായി ഉണ്ടാവും. അപ്പോ അത് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അത് കുത്തിയിളക്കുക എന്നുള്ളതാണ്. അതിനാണ് ഒരു 4 മാസം കഴിയുമ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും അവിടെ നിന്ന് ഉള്ളത് അവിടെ നിന്ന് ക്ലീൻ ആവും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇട്ടാ, എല്ലാ പ്രാവശ്യം 3 പാക്കറ്റ് അല്ല. ആദ്യത്തെ ഒരു പാക്കറ്റ് 3 പ്രാവശ്യം ഇട്ടു. ഇനിയിപ്പോ ഒരു പാക്കറ്റിലൂടെ 3 പ്രാവശ്യം ഇട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് 2 പാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞൊരു 4 മാസം കഴിഞ്ഞ് ഒരു പാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും ഏതാണ്ട് തീരുമാനമാവും ടാങ്കിലെ മാലിന്യങ്ങളെല്ലാം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സാർ ഈ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് 6 മാസം കൂടുമ്പോൾ ഓരോ പാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നാല് പിന്നെ ജീവിതത്തിൽ നമുക്ക് ടാങ്ക് നിറയില്ല. അങ്ങനെ ടെൻഷനും വേണ്ട. പിന്നെ വലിയൊരു ഇഷ്യൂസ് കാര്യങ്ങളാണ് ഇത്. ഇപ്പോ സാറ് വാങ്ങിയതിന് ശേഷം സാർ സാറ്റിസ്ഫൈഡ് ആണോ? അത് കണ്ടതിന് ശേഷം ഇതുവരെയുള്ള അനുഭവം വെച്ച്? അതെ. വേറെ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഭയങ്കര സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. അതില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെളിവ്. ആ തെളിവാണ് നമ്മുടെ മാലിന്യങ്ങൾ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ഒരിക്കലും സ്മെല്ല് പോകാനുള്ള പ്രൊഡക്റ്റോ പെർഫ്യൂമോ ഒന്നുമല്ല. സ്മെല്ല് നമുക്ക് അവിടെ മാലിന്യം ഉണ്ടോ, സ്മെല്ല് വരണം. ഇപ്പൊ നമ്മളിപ്പോ 3 പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഇപ്പൊ എത്രയായി? 10-15 ദിവസമായോ? ഈ 15 ദിവസം കൊണ്ട് നമുക്ക് അവിടുത്തെ മുകളിലുള്ള മാലിന്യങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് മാലിന്യങ്ങളെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. അതാണ് നിങ്ങൾക്ക് സ്മെല്ല് ഇല്ലാത്തത്. ഒരു 5-6 മാസത്തെ മാലിന്യങ്ങളൊക്കെ പോയിണ്ടാവും. മിനിമം പറഞ്ഞ കേട്ടോ ഞാൻ. അങ്ങനെ ഒരു ടൈം ഇപ്പൊ ഇതല്ല പറഞ്ഞ, ഞാൻ ഏകദേശം ഒരു മിനിമം ആ ഒരു ഷോർട്ട് പീരീഡിന്റെ മാലിന്യങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ടാവും. ബാക്കിയുള്ളതെല്ലാം പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ടാവും. അതിനാണ് നമ്മൾ ഏകദേശം 20-25 ഡേയ്സ് ഇത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് ഹാർപ്പിക്ക്. അത് കൂടുതൽ ദിവസം നിങ്ങൾക്ക് അത് കീപ്പ് ചെയ്യാൻ സാധിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്, ഞങ്ങൾക്കല്ല. മനസ്സിലായോ? കാരണം അത്രയും ദിവസം കൂടിയും ആ ബാക്ടീരിയാസ് വർക്ക് ചെയ്ത് തുടങ്ങും. എനിക്ക് ഒറ്റ കാര്യത്തിനോട് ചോദിക്കാം, സാറ് ഹാപ്പി ആണോ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ. ഹാപ്പിയാണ്. ഓക്കെ. ഞാൻ സാറിന്റെ ഈ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സാറിന് അറിയാലോ, നമ്മൾ ഓൾറെഡി എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതെ, അത് പലർക്കും സംശയങ്ങളുണ്ടോ, ഇതൊന്നും പറ്റില്ല എന്നൊരു ചിന്താഗതിയുള്ള കുറെ ആളുകളുണ്ട്. ഞാൻ ഇതിനു മുന്നേ നമ്മള് EM സൊല്യൂഷൻ ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്ര വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായില്ല. അത് തന്നെയാണ് പ്രശ്നം. കാരണം പലരും പല പ്രൊഡക്റ്റുകളും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവിടെ നിന്നൊക്കെ വാങ്ങി ഉപയോഗിച്ചിട്ട് ആർക്കൊരു ഗുണങ്ങളും കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇത് അങ്ങനെ തന്നെയാണെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആദ്യം ഞാൻ മെസ്സേജും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോ
ഇനിയിപ്പോ നമ്മളിതൊക്കെ എത്ര ഉപയോഗിച്ചേക്കണു എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ. അതെ 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 കുറച്ചു പേരുടെ ഇതും റെസ്പോൺസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എന്തായാലും എത്ര പൈസ മുടക്കണം, ഇനിയിപ്പോ അത് കോരി കളയാൻ വലിയൊരു എമൗണ്ട് വരും. അതെ. അപ്പൊ എന്തായാലും നമുക്കത് നോക്കാം. ഇതും കൂടെ യൂസ് ചെയ്യാം എന്നുള്ള ഇതിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അതെ നല്ല റിസൾട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ അത് നമുക്ക് അറിയണ്ടോ, അതാണ് നമ്മുടെ അനുഭവം, അതാണ് എല്ലാവരും സന്തോഷം പറയുന്നുള്ളൂ. പക്ഷെ എങ്കിലും ചോദിച്ചറിയേണ്ടത് നമ്മൾ ഇനിയിപ്പോ ഏതെങ്കിലും ഭാഗത്ത് സാറിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള പോംവഴികൾ നമ്മൾ കണ്ടെത്തണമല്ലോ. എന്തുകൊണ്ട് അവിടെ അത് ഗുണകരമായില്ല എന്നും കൂടി നമുക്ക് അറിയണം, വേണ്ടേ? അതെ 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 അതും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്